എല്ലാവരെയും പോലെ നമ്മളെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ പേരൻസിനെ ദുബായിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. അങ്ങനെ അത് സാധിച്ചു. പാൻ്റ് എടുത്തിട്ട് ദുബായിൽ വരില്ല എന്ന് പറഞ്ഞ മാഷ് അങ്ങനെ പാൻ്റ് എടുത്തിട്ട് നല്ല സ്റ്റോപ്പായിട്ട് നമ്മളെ മുന്നിലെത്തി. മാഷെന്ന് വിളിച്ചത് വേറെ ആരെയല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിനെയാണ്. എന്നെ 1ാം ക്ലാസ് തൊട്ട് പഠിപ്പിച്ച മാഷിൻ്റെ മോനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇതെൻ്റെ ഏച്ചീൻ്റെ മോനാണ് ഇഷയ്. അതുപോലെ ഇതെൻ്റെ അമ്മ, ഇത് അരുണ്ട അമ്മ. ഞാൻ ഐതേച്ചി എന്നാണ് വിളിക്കൽ, ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് വിളിക്കൽ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഗ്ലോബൽ വില്ലേജിലാണ് പോയത്. അപ്പുറത്ത് നിന്ന് ഷോ കാണിക്കുന്നത് എൻ്റെ ഏച്ചിയാണ്, പിന്നെ ഏച്ചിയുടെ ഹസ്ബൻഡ്. ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ഫീല് വേറെ തന്നെയാണ്. നമ്മൾ ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി കഴിഞ്ഞൊരു ഫീലാണ്. അത് ഷോപ്പിങ്ങിനായിക്കോട്ടെ, ഫുഡിനായിക്കോട്ടെ, എല്ലാം അങ്ങനെ. അരുണും അച്ഛനും മാഷൊക്കെ അങ്ങ് മുന്നിലെത്തിപ്പോയി. ഇവരൊക്കെ ഈ ഹിസ്റ്ററിയിൽ കുറച്ച് താല്പര്യമുള്ള ആൾക്കാരാണ്. ഉള്ള ചരിത്രമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ട് നടക്കുന്നതാണ്. ഐതിഹ്യയുടെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കിയിട്ട് പോസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരു വലിയ സ്വപ്നമായിരുന്നു കേട്ടോ, യുഎയിൽ എത്തുക, അതുപോലെ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണുക എന്നൊക്കെ ഉള്ളത്. ചെറുപ്പം തൊട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ കുന്നിക്കുരുവൊക്കെ. അതിങ്ങനെ കുറേ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ വാരിയൊക്കെ എടുത്ത്. അതുപോലെ അവിടെയുള്ള ജ്വല്ലറീൻ്റെ കളക്ഷൻ ഉണ്ടല്ലോ, എന്താ പറയണ്ടേ, ഏത് ടൈപ്പ് ജ്വല്ലറി അവിടെ കാണാൻ പറ്റും. ഏതൊരു ടൈപ്പ് മാലയും ഒക്കെ ഉണ്ട്. പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. എന്നാലും അഫോർഡബിൾ റേഞ്ചിലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അന്നേരം ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഡ്രീം ക്യാച്ചറിൻ്റെയൊക്കെ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്കത് അവിടെ കാണാൻ പറ്റും. എല്ലാ ടൈപ്പ് സാധനങ്ങളും അവിടെ ഉണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അത്രയും സാധനങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് ഫേമസ് ആയ തുർക്കിഷ് ഐസ്ക്രീമിൻ്റെ അടുത്താണ്. അവിടെയുള്ള ആൾ അജിതേച്ചിനെ പിടിച്ച് 2 സ്റ്റെപ്പെല്ലാം കളിച്ചു. അത് കണ്ടിട്ട് അമ്മ പറഞ്ഞു അമ്മക്കും വേണം ഐസ്ക്രീം എന്ന്. ഇഷയുടെ അടുത്തുനിന്ന് ഫുള്ള് പ്രശ്നമാക്കുന്നു. അങ്ങനെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് പോകാനെല്ലാം നോക്കി ഒരുപാട് ചിരിച്ച് നമ്മൾ ആ സമയം. മാഷും നോക്കി ചിരിക്കുന്നുണ്ട്. അമ്മേൻ്റെ കയ്യിൽ നിന്ന് വീണുപോയി. എന്നാലോ ഇഷയുണ്ട് ഈ സമയത്തൊക്കെ ഈ ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. ഇവർ വാങ്ങിക്കഴിഞ്ഞാൽ 2 ഐസ്ക്രീം ലാസ്റ്റ് തിന്നത് ഇഷയാണ്. പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു ഷോ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ നല്ലോണം ആസ്വദിച്ച്. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ ഫയർ വർക്ക്സ് ഒക്കെ. പിറ്റേന്ന് വൈകുന്നേരം നമ്മൾ പോയത് ദേറയിലാണ്. ഇഷയിന് നല്ല കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടെ ബർദുബായിൽ നിന്ന് ഗോൾഡ് സൂക്കിലേക്ക് ഒരു ബോട്ട് യാത്ര നടത്തി. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സമയമായിരുന്നു ഇത്. എൻ്റെ അമ്മക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ ബോട്ട് യാത്രയൊക്കെ. ഇങ്ങനെ എല്ലാ വിഷമങ്ങളും മറന്ന് നമ്മളൊരു ഫാമിലി മുഴുവൻ എൻജോയ് ചെയ്തിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ലൈഫിലൊരു ബെസ്റ്റ് മൊമെൻ്റ് തന്നെയായിരിക്കും. നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർക്ക് നമ്മളും തിരിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോഴാണ് നമ്മളെ ലൈഫ് ശരിക്കും കളർഫുൾ ആകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ.